കളമശ്ശേരിയിലെ തെരുവുനായ ആക്രമണം, ചത്ത നായയ്ക്ക് പേവിഷബാധയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കളമശ്ശേരി സുന്ദരഗിരി ഗ്ലാസ് ഫാക്ടറി കോളനി ചക്കയാടം ഭാഗങ്ങളിൽ കുട്ടികളടക്കം 10ഓളം പേരെ കഴിഞ്ഞ ദിവസം തെരുവുനായ ആക്രമിച്ചിരുന്നു. അന്നേ ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയ തെരുവുനായയ്ക്ക് പേവിഷബാധയും സ്ഥിരീകരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് വഴിയരികിൽ ചത്തുകിടന്ന നായയെ മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. നായയുടെ ജഡം കളമശ്ശേരിയിൽ തിരികെ എത്തിച്ച് മറവ് ചെയ്തു. ഇന്നലെ ഗ്ലാസ് കോളനിയിൽ രണ്ടിടത്തായി 2 നായ്ക്കളെ ചത്ത നിലയിൽ കണ്ടെത്തി. പ്രദേശവാസികളെ കടിച്ച ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന റിപ്പോർട്ട് കിട്ടിയിട്ടും മറ്റു 2 നായ്ക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ നഗരസഭ തയ്യാറായില്ല. പകരം ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് കുഴിച്ചിട്ടു. പേവിഷബാധയുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച നായ വളർത്തുമൃഗങ്ങളെയും മറ്റു നായ്ക്കളെയും കടിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. പേവിഷബാധയുടെ റിപ്പോർട്ടും നായകൾ ചത്തുവീഴുന്നതും പ്രദേശത്തെ ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകുന്ന കാര്യം ഇന്നലെ നഗരസഭാധ്യക്ഷ സീമാക്കണ്ണൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. തെരുവുനായ്ക്കൾക്ക് വാക്സിൻ നൽകുന്നതിന് 1 ലക്ഷം രൂപ ചെലവഴിച്ചതായും 150 തെരുവുനായ്ക്കൾക്ക് വാക്സിൻ നൽകിയതായും നഗരസഭ പറയുന്നു. എന്നാൽ വാർഡുകളിൽ പദ്ധതി നടപ്പാക്കിയതായി അറിവില്ലെന്ന് കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി. തെരുവുനായ്ക്കളെ വന്ധ്യംകരിക്കുന്ന ജോലികളും നടക്കുന്നില്ല. വന്ധ്യംകരിക്കുന്ന നായ്ക്കളെ സംരക്ഷിക്കുന്നതിന് ഷെൽട്ടർ ഹോമില്ലാത്തതാണ് കാരണമായി പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.